എല്ലാവർക്കും നമസ്കാരം. ഡോക്സ്റ്റയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട രോഗങ്ങളും അവയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗം മാത്രം കണ്ടെത്തുക. എന്താണ്? പ്രോട്ടോസോവൽ ഡിസീസ് ആണ് കണ്ടെത്താനായിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ടൈഫോയിഡ്, മലേറിയ, അമീബിയാസിസ്, ഡെങ്കിപ്പനി. ഇതിൽ ഏതൊക്കെ രോഗങ്ങളാണ് പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്നത്? ഓക്കെ, ഏതൊക്കെയായിരിക്കും നമ്മൾ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ? ഒന്നാമത്തേത് നോക്കാം. ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ എന്ത് തരം രോഗമാണ്? ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ ഡിസീസാണ്, ബാക്ടീരിയൽ രോഗമാണ് ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ. ഇനി നോക്കാം മലേറിയ എന്ത് തരം രോഗമാണ്? മലേറിയ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൽ രോഗമാണ് അല്ലേ? മലേറിയ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൽ രോഗമാണ്. ഇനി അമീബിയാസിസോ? ഈ അമീബിയാസിസും ഒരു പ്രോട്ടോസോവൽ രോഗമാണ്, നമുക്കറിയാം അല്ലേ? ഓക്കെ, അപ്പോൾ അമീബിയാസിസ് എന്ന് പറയുന്നതും ഒരു പ്രോട്ടോസോവൽ രോഗമാണ്. ഇനി ഡെങ്കിപ്പനി ആണെങ്കിലോ? നോക്കാം. ഡെങ്കിപ്പനി എന്ന് പറയുന്നത് എന്ത് തരം രോഗമാണ്? വൈറസ് രോഗമാണ്, വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഏതൊക്കെ വരും? 2 മലേറിയയും 3 അമീബിയാസിസ്. 2, 3 എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ബി ഓപ്ഷൻ ആണ് അല്ലേ? ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? മലേറിയയും അമീബിയാസിസുമാണ് വരുന്നത്. ഇനി നോക്കാം. ഏകകോശ യൂക്കാരിയോട്ടുകളെയാണ് പ്രോട്ടോസോവ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രോട്ടോസോവ എന്ന് പറയുന്നത് എന്ത് തരം ജീവിയാണ്? ഏകകോശ യൂക്കാരിയോട്ട് ആണ്. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവ എന്നറിയപ്പെടുന്നത്. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം എന്നറിയപ്പെടുന്നത്. എന്നാൽ അമീബിയാസിസ് എന്ന രോഗത്തിന് കാരണമാവുന്ന പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിക്ക. എൻഡമീബ ഹിസ്റ്റോളിക്ക. എന്താണ്? എൻഡമീബ ഹിസ്റ്റോളിക്കയാണ് അമീബിയാസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന പ്രോട്ടോസോവ. അപ്പം മാറിപ്പോകരുത്. ഒന്നാമത്തെ എന്താണ്? മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം. എന്നാൽ അമീബിയാസിസ് എന്ന രോഗത്തിന് കാരണമായ പ്രോട്ടോസോവയാണ് എന്താണ്? എൻഡമീബ ഹിസ്റ്റോളിക്ക. അപ്പോൾ അമീബിയാസിസിന് കാരണമായ പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കാം. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. എന്താണ്? ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഒന്നാമത്തേത് മലേറിയ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? ടൈഫോയിഡ്, അസ്കാരിയാസിസ്, ജലദോഷം. ഇനി സെക്കൻഡ് പാർട്ടിൽ നോക്കാം. ഈ വൈറസ് ഉണ്ട്, വിരകൾ, പ്രോട്ടോസോവ, ബാക്ടീരിയ. ഇത് ചേരുംപടി ചേർക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നോക്കാം നമുക്ക് അതിൻ്റെ ആൻസർ. മലേറിയ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. മലേറിയ എന്ത് തരം രോഗമാണ്? പ്രോട്ടോസോവൽ രോഗം. ഓക്കെ, അപ്പം നമുക്ക് 1C എന്നാണ് കിട്ടിയത്. ഓക്കെ, 1C വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് C എന്ന് പറയുന്ന ഓപ്ഷൻ കട്ട് ചെയ്യാം. സെക്കൻഡ് നോക്കാം. ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ എന്ത് തരം രോഗമാണ്? ടൈഫോയിഡ് ബാക്ടീരിയൽ രോഗമാണ്. എന്താണ്? ബാക്ടീരിയൽ രോഗം. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ടൈഫോയിഡ് എന്ന് പറയുന്നത് എന്ത് തരം രോഗമാണ്? ബാക്ടീരിയൽ രോഗം. അപ്പോൾ 2D ഇന്ന് കിട്ടും. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. എ ഓപ്ഷനിൽ 1C 2D ഉണ്ട്. രണ്ടാമത്തെ ബി ഓപ്ഷനിൽ 1C 2A ആണ് നടക്കുന്നത്. അപ്പോൾ ബി നമുക്ക് വെട്ടിക്കളയാം. ഇനി നോക്കി ഡി ഓപ്ഷനിൽ 1C 2B 3D 4A ആണ് നടക്കുന്നത്. അപ്പോൾ അതിനെയും വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് ആൻസർ ഉടനെ തന്നെ കിട്ടിയല്ലേ? ആൻസർ എ ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. നോക്കാം. അപ്പോൾ മലേറിയ ഒരു പ്രോട്ടോസോവൽ രോഗമാണ്. ടൈഫോയിഡ് ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്. അസ്കാരിയാസിസ് വിരകൾ പരത്തുന്ന രോഗമാണ്. അസ്കാരിയാസിസ് വിരകളാണ് കാരണം. ഇനി ജലദോഷമാണെങ്കിലോ? ജലദോഷം വൈറസ് ആണ്, വൈറസ് മൂലം ഉണ്ടാകുന്നതാണ്.
ജലദോഷം എന്ന് പറയുന്നത്. ഈ എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. നമുക്ക് അവിടെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ടെക്നിക്ക് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സിലോട്ട് പോകാം. ഒന്നാമത്തെ ഫാക്ട് നോക്കാം. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയുള്ള സൂക്ഷ്മജീവികളെയാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA, ഓക്കെ, DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയുള്ള സൂക്ഷ്മജീവികളെയാണ് നമ്മൾ വൈറസ് എന്ന് അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട വൈറൽ രോഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഡെങ്കി ഫീവർ അഥവാ ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ് അറിയാലോ, ചിക്കൻ പോക്സ്, റാബീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേപ്പട്ടി വിഷബാധ, വിഷബാധ. ഇനി ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. അടുത്ത എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണ്. സാഴ്സ്, എബോള, ജപ്പാനീസ് എൻസെഫലൈറ്റിസ് ജപ്പാൻ ജ്വരം, ഇൻഫ്ലുവൻസ, മീസിൽസ്, പോളിയോ, യെല്ലോ ഫീവർ. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ? ഡെങ്കി ഫീവർ, ചിക്കൻ ബോക്സ്, റാബീസ്, ഹെപ്പറ്റൈറ്റിസ്, എയ്ഡ്സ്, എബോള, സാഴ്സ്, ജപ്പാനീസ് എൻസെഫലൈറ്റിസ്, ഇൻഫ്ലുവൻസ, മീസിൽസ്, പോളിയോ, യെല്ലോ ഫീവർ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് മന്ത്. എന്താണ്? വിരകൾ മുഖേന ഉണ്ടാകുന്ന ഒരു പ്രധാന രോഗമാണ് മന്ത് എന്നറിയപ്പെടുന്നത്. മന്ത് ഉണ്ടാക്കുന്നതിന് കാരണം ഫൈലേറിയൽ വിരകളാണ്. എന്താണ് മന്ത് ഉണ്ടാക്കുന്നതിന് കാരണം? ഫൈലേറിയൽ വിരകളാണ് മന്ത് ഉണ്ടാക്കുന്നത്. ഫൈലേറിയൽ വിരയുടെ ശാസ്ത്രീയ നാമമാണ് വൗച്ചേറിയ ബ്രാങ്കോഫ്റ്റിയും മൈക്രോഫൈലേറിയ ബി മലായി. എന്തൊക്കെയാണ് ഫൈലേറിയൽ വിരയുടെ ശാസ്ത്രീയ നാമം? വൗച്ചേറിയ ബ്രാങ്കോഫ്റ്റിയും മൈക്രോഫൈലേറിയ ബി മലായി. ഓക്കെ, ഇത് ഓർത്തു വച്ചിരിക്കാം. ഇനി ക്യൂലെക്സ് പെൺകൊതുകുകളാണ് പ്രധാനമായിട്ടും മന്ത് പരത്തുന്നത്. മന്ത് പരത്തുന്ന കൊതുകുകളെ എന്തെന്നാണ് വിളിക്കുന്നത്? ക്യൂലെക്സ് കൊതുകുകളാണ്. ക്യൂലെക്സ് പെൺകൊതുകുകളാണ് പ്രധാനമായും മന്ത് രോഗം പരത്തുന്നത്. ഓക്കെ, പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഈ കൊതുകിൻ്റെ പേരും പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ക്യൂലെക്സ് പെൺകൊതുക്. മന്ത് രോഗം പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ഇനി മന്ത് രോഗത്തിനെതിരെ നൽകുന്ന ഗുളികയാണ് ആൽബൻഡസോൾ. എന്താണ്? മന്ത് രോഗത്തിനെതിരെ നൽകുന്ന ഗുളികയാണ് ആൽബൻഡസോൾ എന്ന് അറിയപ്പെടുന്നത്. ഇതും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? വിരകൾ മുഖേന ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് മന്ത് എന്നറിയപ്പെടുന്നത്. മന്ത് ഉണ്ടാകുന്നതിന് കാരണം ഫൈലേറിയൽ വിരകളാണ്. ഫൈലേറിയൽ വിരയുടെ ശാസ്ത്രീയ നാമമാണ് വൗച്ചേറിയ ബ്രാങ്കോഫ്റ്റിയും മൈക്രോഫൈലേറിയ ബി മലായി. ഏത് കൊതുകാണ് മന്ത് രോഗം പരത്തുന്നത്? ക്യൂലെക്സ് പെൺകൊതുകുകളാണ് മന്ത് രോഗം പരത്തുന്നത്. മന്ത് രോഗത്തിനെതിരെ നൽകുന്ന ഗുളിക എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൽബൻഡസോൾ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒരു ബാക്ടീരിയ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഓക്കെ, അപ്പോൾ ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? വായുവിലൂടെ, സമ്പർക്കം മുഖേന, കൊതുക് മുഖേന, ആഹാരം, വെള്ളം എന്നിവയിലൂടെ. ഇതിൽ ഏത് രീതിയിലാണ് കുഷ്ഠം പകരുന്നത്? ഇതിൻ്റെ ആൻസർ നമുക്ക് ഏത് പറയാം? സമ്പർക്കം മുഖേന. എങ്ങനെയാണ്? സമ്പർക്കം മുഖേനയാണ് കുഷ്ഠം എന്ന ബാക്ടീരിയൽ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് കൂടെ നമുക്ക് നോക്കാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ജലദോഷം, വസൂരി, മുണ്ടിനീര്, ന്യൂമോണിയ, വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, മീസിൽസ്, സാഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് വായുവിലൂടെ പകരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ? ജലദോഷം, വസൂരി, മുണ്ടിനീര്, ന്യൂമോണിയ, വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, മീസിൽസ്, സാഴ്സ്. ഇത്രയും ഓർത്ത് വെച്ചിരിക്കുക. ഇത് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വായുവിലൂടെ പകരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതൊക്കെയെന്ന് ഒരുപാട് പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്ത് വെച്ചിരിക്കുക. ഏതൊക്കെയാണ്? ജലദോഷം, വസൂരി, മുണ്ടിനീര്, ന്യൂമോണിയ, വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, മീസിൽസ്, സാഴ്സ്. ഇത്രയുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ.
ഇനി വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് എലിപ്പനി, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. ഏതൊക്കെയാണ്? എലിപ്പനി, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. ഇതൊക്കെയാണ് വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ. ഏതൊക്കെ? എലിപ്പനി, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. ഓർത്തു വെച്ചിരിക്കുക. സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും. ചെങ്കണ്ണും കുഷ്ഠവും സമ്പർക്കം മുഖേന ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ്. അപ്പോൾ ചെങ്കണ്ണും കുഷ്ഠവും എങ്ങനെയാണ് പകരുന്നത്? സമ്പർക്കം മുഖേനയാണ് ചെങ്കണ്ണും കുഷ്ഠവും പകരുന്നത്. ഇനി ശരീരദ്രവങ്ങളിലൂടെ പകരുന്നത് ഏതൊക്കെയാണ്? എയ്ഡ്സും എബോളയും. എയ്ഡ്സും എബോളയുമാണ് ദ്രവങ്ങളിലൂടെ പകരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ. ഇനി പഴകിയ ഭക്ഷണങ്ങളിലൂടെ പകരുന്ന ഒരു രോഗമാണ് ബോട്ടുലിസം എന്നറിയപ്പെടുന്നത്. എന്താണ്? പഴകിയ ഭക്ഷണങ്ങളിലൂടെ പകരുന്ന ഒരു രോഗമാണ് ബോട്ടുലിസം എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന ഒരു രോഗം ഏതാണ്? എന്താണ്? ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഡിഫ്തീരിയ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, കുഷ്ഠം. ഇതിലേതാണ് ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം? ഏത് രോഗമായിരിക്കും? എയ്ഡ്സ്. എന്താണ്? എയ്ഡ്സ് ആണ് രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്താണ്? എയ്ഡ്സിൻ്റെ ഫുൾ ഫോം അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. എന്താണ്? അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. എന്താണ്? അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ് എയ്ഡ്സിൻ്റെ ഫുൾ നെയിം. ഇനി എയ്ഡ്സ് ഏത് തരം രോഗാണുവാണ് എയ്ഡ്സ് പരത്തുന്നത്? അതിനെ നമ്മൾ HIV വൈറസ് എന്നാണ് പറയുന്നത് അല്ലേ? HIV വൈറസ്. ഓക്കെ, HIV വൈറസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എയ്ഡ്സ് പരത്തുന്നത്, അഥവാ HIV വൈറസ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെ? ക്വസ്റ്റ്യൻ നല്ല ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ്? താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. എന്ന് പറയുമ്പോൾ അവിടെ ഒരു രോഗാണുവിൻ്റെ സാന്നിധ്യം ഇല്ലായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഹീമോഫീലിയ. രണ്ടാമത്തേത് ഡിഫ്തീരിയ. മൂന്നാമത്തേത് പോളിയോ. 4 സിക്കിൾ സെൽ അനീമിയ. ഇതിൽ ഏതൊക്കെയാണ് രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഹീമോഫീലിയ എന്ന് പറയുന്നത് എന്താണ്? റോയൽ ഡിസീസ്, രാജകീയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഹീമോഫീലിയ. അതൊരു ഹെറിഡിറ്ററി ഡിസീസാണ്. ഇപ്പോൾ തലമുറകളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പോകുന്ന ഒരു രോഗമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അതൊരു ഹെറിഡിറ്ററി ഡിസീസ്, ഏതെങ്കിലും ഒരു ജീനിൻ്റെ തകരാറ് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് ഹീമോഫീലിയ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും രോഗാണുക്കൾ ഉണ്ടാക്കുന്നതാണോ? അല്ല. അപ്പോൾ ഓരോ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹീമോഫീലിയ. ഓക്കെ, അടുത്ത് നോക്കാം. ഡിഫ്തീരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ്. ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ്. ഡിഫ്തീരിയ എന്ന് പറയുന്നത് തൊണ്ടമുള്ള് അല്ലേ? തൊണ്ടമുള്ള്, കോർണി ബാക്ടീരിയം ഡിഫ്തീരിയെ എന്നറിയപ്പെടുന്ന ഒരു ബാക്ടീരിയ ആണ് ഡിഫ്തീരിയ രോഗം പരത്തുന്നത്. അപ്പോൾ ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ഹീമോഫീലിയ എന്ന് പറയുന്നത് അതിന് മറ്റൊരു പേരെന്താണ്? റോയൽ ഡിസീസ്, ക്രിസ്മസ് ഡിസീസ്, അങ്ങനെയൊക്കെ അറിയപ്പെടുന്നതാണ് ഹീമോഫീലിയ. ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് ഹീമോഫീലിയ. ഇനി നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ എന്താണ് പറഞ്ഞത്? ശരിയാണ്. രണ്ടാമത്തത് തെറ്റാണ്. ഇതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടുമോ നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ഉള്ളതെല്ലാം ഇട്ടിരിക്കാം. ഇതിൽ 1 ഇല്ല, അപ്പോൾ അതിന് നമുക്ക് കട്ട് ചെയ്യാം. ഇനി സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്കറിയാമല്ലേ? അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഉള്ളതിനെയും നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി 1, 3, 1, 4 ഉണ്ട്. ഇനി മൂന്നാമത്തേത് നോക്കാം. പോളിയോ എന്ന് പറയുന്നത് ഏതെങ്കിലും രോഗാണു ക്ലാസ് ചെയ്യണതാണോ?
ആണ്. പോളിയോ എന്ന് പറയുന്നത് പോളിയോ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് അല്ലേ? പോളിയോ വൈറസ് ആണ് അതിൻ്റെ രോഗകാരി. അപ്പോൾ വൈറസ് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് പോളിയോ. അപ്പം അതൊരു രോഗാണുവാണ് കാസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ആൻസർ ആവുമോ? ഇല്ല. അപ്പോൾ 3 എന്ന് പറയുന്നത് തെറ്റ്. അപ്പം നമുക്ക് ആൻസർ 1 and 4 ആയിരിക്കും. ഇനി സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം എന്നൊക്കെ പറയും അല്ലേ? അരിവാൾ രോഗം നമ്മുടെ RBC ഈ ഒരു അരിവാളിൻ്റെ രൂപത്തിലാകുന്ന ഒരു തരം രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അതും ചില ജീൻസിൻ്റെ അനോമലീസ് കാരണം ഉണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം ഏതാണ്? വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം ഏതാണ്? എലിപ്പനി, മലമ്പനി, മഞ്ഞപ്പിത്തം, മന്ത്. ഇതിൽ വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ കിട്ടിയോ? നോക്കാം. വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം എലിപ്പനി എന്ത് തരം രോഗമാണ്? ബാക്ടീരിയൽ രോഗം. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് എലിപ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എലിപ്പനി എന്ത് തരം രോഗമാണ്, ഏതുതരം രോഗാണുവാണ് എലിപ്പനി ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് എലിപ്പനിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് തന്നെ പോവുക. എലിപ്പനി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ്. നെക്സ്റ്റ് നോക്കാം. മലമ്പനി. മലമ്പനി പ്രോട്ടോസോവൽ രോഗമാണ് അല്ലേ? നമ്മൾ പഠിച്ചതേ ഉള്ളൂ. മലമ്പനി എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൽ ഡിസീസാണ്. നെക്സ്റ്റ് മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് എന്ത് തരം രോഗമാണ്? ഒരു വൈറൽ രോഗമാണ്. മഞ്ഞപ്പിത്തം ഒരു വൈറൽ രോഗമാണ്. വൈറസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ മഞ്ഞപ്പിത്തമാണ്. അപ്പോൾ അടുത്ത ഓപ്ഷൻ നോക്കാം. മന്ത് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൽ രോഗമാണ്. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? അപ്പോൾ മഞ്ഞപ്പിത്തമാണ് വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം. നെക്സ്റ്റ് നോക്കാം. BCG വാക്സിൻ ഏത് രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ്? BCG വാക്സിൻ. BCG വാക്സിൻ എന്ന് പറയുന്നത് ഏത് രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ്? BCG എന്ന് പറയുമ്പോൾ അറിയാം അല്ലേ? ജനിച്ച ഉടനെ കുട്ടികൾക്ക് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് BCG അല്ലെങ്കിൽ വാക്സിനാണ് BCG വാക്സിൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്ത് തരം രോഗത്തിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് BCG നൽകുന്നത്? ക്ഷയത്തിനെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെ എന്ത് നൽകുന്നത്? BCG വാക്സിൻ നൽകുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആണ്. BCG വാക്സിൻ ഏത് സമയത്താണ് കുട്ടികൾക്ക് നൽകുന്നത്? BCG വാക്സിൻ ജനിച്ച ഉടനെയാണ് കുട്ടികൾക്ക് നൽകുന്നത്. BCയുടെ എക്സ്പാൻഷൻ ആണ് ബാസിലസ് കാൽമേറ്റ് ഗ്യുറൈൻ. എന്താണ്? ബാസിലസ് കാൽമേറ്റ് ഗ്യുറൈൻ എന്നാണ് BCയുടെ എക്സ്പാൻഷൻ. അതും കൂടെ ഓർത്തു വച്ചിരിക്കുക. നെക്സ്റ്റ് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് നോക്കാം. ക്ഷയം, ടൈഫോയിഡ്, ചിക്കൻ പോക്സ്, എലിപ്പനി. ഏതൊക്കെയാണ്? ക്ഷയം, ടൈഫോയിഡ്, ചിക്കൻ പോക്സ്, എലിപ്പനി. ഇതിൽ നിന്ന് വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ തിരഞ്ഞെടുക്കുക. ഏതൊക്കെ വരും? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നോക്കാം. ക്ഷയം വായുവിലൂടെ പകരുന്ന രോഗമാണോ? ശരിയാണ്. ക്ഷയം വായുവിലൂടെ പകരുന്ന രോഗമാണ്. സെക്കൻഡ് നോക്കാം. ടൈഫോയിഡ് എന്ന് പറയുന്നത് എങ്ങനെ ബാധിക്കുന്നതാണ്? കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. വൃത്തിയില്ലാത്ത രീതിയിലുള്ള ഫുഡും വാട്ടറും കഴിക്കുന്നത് വഴിയാണ് ടൈഫോയിഡ് രോഗം ഉണ്ടാകുന്നത്. ഇനി ചിക്കൻ പോക്സ് ആണെങ്കിലോ? ചിക്കൻ പോക്സും വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഓക്കെ. എലിപ്പനി ആണെങ്കിലോ? അഴുക്ക വെള്ളത്തിൽ എലി മലമൂത്ര വിസർജനം ചെയ്ത അഴുക്ക വെള്ളത്തിൽ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ കാലിൽ എന്തെങ്കിലും ഒരു മുറിവോ ചെറിയ പോറലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ ആ വിടവിലൂടെ ആയിരിക്കും എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുക. അങ്ങനെയാണ് എലിപ്പനി ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ആൻസർ? ക്ഷയവും ചിക്കൻ പോക്സും ആണ് ആൻസർ. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗത്തിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ക്ഷയവും ചിക്കൻ പോക്സും. നമ്മൾ നേരത്തെ നോക്കിയാണല്ലേ 1 and 3. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് MMR പ്രതിരോധ കുത്തിവയ്പ്പിൽ ഉൾപ്പെടാത്തത്? എന്താണ് MMR കുത്തിവയ്പ്പിൽ ഉൾപ്പെടാത്തത്? MMR കുത്തിവയ്പ്പിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ്? ഓപ്ഷൻസ് നോക്കാം. അഞ്ചാം പനി, വില്ലൻ ചുമ, മുണ്ടിനീര്, റൂബെല്ല.
അഞ്ചാം പനി, വില്ലൻ ചുമ, മുണ്ടിനീര്, റൂബെല്ല. ആൻസർ കിട്ടിയോ? നോക്കിയേ, നോക്കാം നമുക്ക്. ഓക്കെ, MMR കുത്തിവയ്പ്പ് എന്നാണ് പറയുന്നത് അല്ലേ? MMR കുത്തിവയ്പ്പ്. ഇതിൽ അഞ്ചാം പനി എന്ന് പറയുന്നത് എന്താണ്? അഞ്ചാം പനി എന്ന് പറഞ്ഞാൽ മീസിൽസ് ആണ്. ഓക്കെ, മീസിൽസ്. അവിടെ നമുക്കൊരു M കിട്ടി അല്ലേ? മീസിൽസ് ആണ് അഞ്ചാം പനി എന്നറിയപ്പെടുന്നത്. ഇനി മുണ്ടിനീരിനെ നമ്മൾ മംസ് എന്നാണ് അറിയപ്പെടുന്നത്. മംസ്. ഓക്കെ, മംസ് എന്നാണ് മുണ്ടിനീരിനെ അറിയപ്പെടുന്നത്. ഇനി വില്ലൻ ചുമ അറിയപ്പെടുന്ന പേരാണ് പെർട്ടൂസിസ്. പെർട്ടൂസിസ് ആണ് വില്ലൻ ചുമ എന്നറിയപ്പെടുന്നത്. ഇനി റൂബെല്ല. ഓക്കെ, റൂബെല്ല, റൂബെല്ല തന്നെ, റൂബെല്ല. അപ്പോൾ MMR വാക്സിനിലൂടെ പ്രതിരോധിക്കുന്നത് എന്തിനൊക്കെയാണ്? മീസിൽസ്, മംസ്, റൂബെല്ല. മീസിൽസ്, മംസ്, റൂബെല്ല. ഇതിൽ ഒറ്റപ്പെട്ട ആളാരാണ്? വില്ലൻ ചുമയാണ് ഇതിലെ ഒറ്റപ്പെട്ടയാൾ. അപ്പോൾ MMR വാക്സിൻ വഴി, പ്രതിരോധ കുത്തിവയ്പ്പ് വഴി നമ്മൾ ചെറുക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അഞ്ചാം പനി, മുണ്ടിനീര്, റൂബെല്ല. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏതാണ്? പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? ടൈഫോയിഡ്, എംഫൈസിമ, മലേറിയ, ന്യൂമോണിയ. ഇതിൽ പുകവലി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഏതായിരിക്കും? നോക്കാം നമുക്ക്. എംഫൈസിമയാണ്. എംഫൈസിമയാണ് നമ്മുടെ പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പ്രധാനപ്പെട്ട തൊഴിൽജന്യ രോഗങ്ങളൂടെ ഒന്ന് പരിചയപ്പെട്ടു വയ്ക്കുക. ന്യൂമോകോണിയോസിസ്, സിലിക്കോസിസ്, ആസ്ബറ്റോസിസ്. ഏതൊക്കെയാണ്? ന്യൂമോകോണിയോസിസ്, സിലിക്കോസിസ്, ആസ്ബറ്റോസിസ്. ഇത് പ്രധാനപ്പെട്ട തൊഴിൽജന്യ രോഗങ്ങളാണ്. ആസ്ബറ്റോസിസ് എന്ന് പറയുമ്പോൾ ആസ്ബറ്റോസ് ഫാക്ടറികളിൽ പണി ചെയ്യുന്ന ആൾക്കാരിൽ കാണപ്പെടുന്ന ഒരു തരം രോഗമാണ് ആസ്ബറ്റോസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഷീറ്റിൻ്റെയൊക്കെ പൊടിയൊക്കെ ശ്വസിച്ച് വരുന്ന ഒരു രോഗം, നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ആസ്ബറ്റോസിസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി സിലിക്കോസിസ് എന്ന് പറഞ്ഞാൽ പാറമടയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഒരു ശ്വാസകോശ രോഗമാണ് സിലിക്കോസിസ് എന്നറിയപ്പെടുന്നത്. അടുത്തത് നോക്കാം, ന്യൂമോകോണിയോസിസ്. ന്യൂമോകോണിയോസിസ് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്? ഈ ഖനികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് ന്യൂമോകോണിയോസിസ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഓക്കെ, ഇത് മൂന്നും തൊഴിൽജന്യ രോഗങ്ങളാണ്. തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നത് വഴി മനുഷ്യർക്ക് ബാധിക്കുന്ന മൂന്ന് തരം രോഗങ്ങളാണ് ന്യൂമോകോണിയോസിസ്, സിലിക്കോസിസ്, ആസ്ബറ്റോസിസ്. ന്യൂമോകോണിയോസിസ് എന്ന് പറയുമ്പോൾ ഖനികളിൽ തൊഴിലെടുക്കുന്ന ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ന്യൂമോകോണിയോസിസ്. സിലിക്കോസിസ് എന്ന് പറയുന്നത് പാറമടയിൽ പണിയെടുക്കുന്നത് വഴി അവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ് സിലിക്കോസിസ്. ആസ്ബറ്റോസിസ് എന്ന് പറയുമ്പോൾ ആസ്ബറ്റോസ് ഫാക്ടറികളിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു തരം രോഗമാണ് ആസ്ബറ്റോസിസ്. ഇത്രയും ക്ലിയർ അല്ലേ? ഒരു 10 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്